Now this is RJ Jeena with you on Club FM 94.3. സോ ഇന്ന് നമ്മുടെ ക്ലബ് FM സ്റ്റുഡിയോയിൽ ഒരു കൊച്ചു മിടുക്കനാണ് എത്തിയിട്ടുള്ളത്. എന്തും തലതിരിച്ച് വായിക്കും അല്ലേ? എന്തും അല്ല, ഇംഗ്ലീഷ് വേർഡ്സ്. പേര് പറയോ ഒന്ന്? മുഹമ്മദ് ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ്, എവിടുന്നാ വരുന്നത്, അതൊക്കെ പറയൂ. സ്കൂള് രാധാകൃഷ്ണ LP സ്കൂള്, ചെക്കിക്കുളം, ക്ലാസ് 3A, വീട് ചെക്കിക്കുളം പാറാല്. ഓക്കെ, അപ്പം മുഹമ്മദിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് തിരിച്ചു പറയും അല്ലെ? എന്തൊക്കെയാണ് ട്രൈ ചെയ്യാറുള്ളത് ഇംഗ്ലീഷ് പേരുകൾ? പിന്നെ ഇംഗ്ലീഷ് വേർഡ്, അതുപോലെ മംഗ്ലീഷ് തിരിച്ചു പറയും. ഓക്കെ ഓക്കെ, എന്നാ ഈ മംഗ്ലീഷിനെ ഒന്ന് തിരിച്ചു പറഞ്ഞ് കേൾപ്പിച്ചേ. മംഗ്ലീഷ് അമ്മോ. ഓക്കെ, ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ചോദിക്കാം, തിരിച്ചു പറയാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, സക്സസ്. ഓ, സക്സസിനെ അങ്ങനെ തന്നെ തിരിച്ചു പറയുന്നല്ലേ. ഹാപ്പിനെസ്. ആഹാ, ഓക്കെ. ഒരു രാജ്യത്തിന്റെ പേര് ചോദിക്കാം. സ്വിറ്റ്സർലാൻഡ്. ഓ, അത് ശരി. ലയണൽ മെസ്സി. ഓക്കെ. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഓ മൈ ഗോഡ്. എന്നാ പിന്നെ വാട്ടർ ബോട്ടിൽ. ഓക്കെ. എന്നാലും ഇതെങ്ങനെ പഠിച്ചത് മുഹമ്മദ്? അത് ഫസ്റ്റ് എന്ത് പേരുണ്ടാലും ഫസ്റ്റ് തിരിച്ചിട്ടാ നോക്കാം. ഓക്കെ, ഇത് അതായത് ഇംഗ്ലീഷ് വേർഡ്സ് മാത്രമാണ് അങ്ങനെ നോക്കിയത്. അതെന്താ അങ്ങനെ? കൊറേ പ്രാക്ടീസ് ചെയ്യാൻ നല്ല ആശയുണ്ടാവും. അതെ, അപ്പൊ ഇംഗ്ലീഷിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം ഉണ്ടായേ. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നോക്കിയോ? വേറെ ഇല്ല. ഓക്കെ, ആരും പഠിപ്പിച്ചു തന്നിട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് പഠിച്ചു. എപ്പോ തൊട്ട് പഠിച്ചു? ഇത് കഴിഞ്ഞ കൊല്ലം മുതൽ. കഴിഞ്ഞ കൊല്ലം? അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ മുഹമ്മദിന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആരാ കണ്ടുപിടിച്ചേ? അത് ഞാൻ ഫസ്റ്റ് എന്റെ ഇത്താത്തനോട് പറഞ്ഞു. ഇത്താത്തയാണ് കണ്ടുപിടിച്ചേ? ഇത്താത്തനോട് ഞാൻ പറഞ്ഞു, ഇത്താത്ത എല്ലാരോടും ഇങ്ങനെ പറഞ്ഞു. ഓ ശരി, മുഹമ്മദിന് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ഇത്താത്ത എല്ലാരോടും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഉമ്മ എന്റെ ക്ലാസ് ടീച്ചർ വിളിച്ചു. ക്ലാസ് ടീച്ചർ എല്ലാരും പേരിങ്ങനെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഉപ്പാപ്പൊക്കെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ബദ്രിയ വിമൻസ് കോളേജ്. എന്നിട്ട് അവിടുത്തെ ഒരു ഉസ്താദ് ഉണ്ട് പഠിപ്പിക്കുന്ന, ഫയാസ് ഉസ്താദ്. ആ ഉസ്താദ് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. ഓ ശരി. എന്നിട്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഫേമസ് ആയി. ഓക്കെ, അപ്പൊ ഇനി ഇത് വെച്ചിട്ട് മുന്നോട്ട് എന്താ പ്ലാൻ? എന്താണ്? ഗിന്നസ് ബുക്കില് കേറി പറ്റണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഈ കാര്യങ്ങളൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ കാണിച്ചിട്ട് കയ്യടി മേടിക്കാറുണ്ടോ? അവരെന്തൊക്കെയാ ചോദിക്കുന്നത് മോനോട്? അവര് കുട്ടികളുടെ പേര്. അത് ശരി, ഒക്കെ ചോദിക്കും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു കാര്യം കൂടെ പറയണം. ക്ലബ് FM ടൺ കണക്കിന് ഫൺ. FM ബുൾക്ക് ആണോ? അങ്ങനെ തന്നെയാണോ? ഓക്കെ, മലയാളം ഇതുപോലെ പഠിക്കുവോ ഇനി? മലയാളം ട്രൈ ചെയ്യുന്നുണ്ടോ പഠിക്കാൻ? ഇതുപോലെ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ എളുപ്പമാണോ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മലയാളത്തിൽ ഇപ്പൊ എന്താ? ജീവിതം. അപ്പൊ മലയാളം കിട്ടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഓക്കെ മുഹമ്മദ്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ സ്റ്റുഡിയോ. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. സോ മുഹമ്മദ് എന്നൊരു കൊച്ചുമിടുക്കൻ്റെ ടാലൻ്റാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ തന്നെ അത് റിവേഴ്സ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ മലയാള വാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊച്ചുമിടുക്കനാണ്. ഇനിയും ആ ടാലൻറ്റ് ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്താൽ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് മുഹമ്മദ് വിശ്വസിക്കുന്നത്. മുഹമ്മദ് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്.